ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഡൽഹിയിലെ മിക്ക സ്ഥലങ്ങളും നമുക്ക് കറങ്ങി കാണണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ മിനിമം 2 ദിവസം കൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ എങ്ങനെ കറങ്ങി കാണാമെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങൾക്കും എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാം, എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, എത്ര രൂപ കോസ്റ്റ് വരും, അങ്ങനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോസും പരസ്പരം കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ന്യൂഡൽഹിയിൽ 2 പകൽ കംപ്ലീറ്റ് കറങ്ങി കാണുന്ന കാഴ്ചകളാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് എത്താനുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ എപ്പോഴും നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്ന് വേറെ ഏത് സ്ഥലങ്ങൾ പോകാനുണ്ടോ, ഇനി അതല്ല വേറെ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏത് ട്രെയിൻ ബുക്ക് ചെയ്യണം, ഏറ്റവും നല്ല ട്രെയിൻ ഏതാണെന്നെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നമ്മളിപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് പോകേണ്ട ഒരു സ്ഥലം, അതായത് നമ്മൾ പുലർച്ചെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് യമുനാഘട്ട്. ഇവിടേക്ക് പോകാൻ സൺറൈസിൻ്റെ സമയത്തോ സൺസെറ്റിൻ്റെ സമയത്താണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സൺറൈസ് തന്നെയാണ്. കാരണം സൺറൈസിന് പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിരിക്കും. അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു സമയത്തുള്ള ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിരിക്കും. നിങ്ങളൊരു വിന്റർ സീസണിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു 6:30 മുതൽ 7 മണി വരെ സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ എത്താൻ നോക്കുക. ഇനി അതല്ല നിങ്ങളൊരു സമ്മർ സീസണിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പുലർച്ചെ ഒരു 5:15 മുതൽ ഒരു 6 മണി വരെയുള്ള സമയം ഉണ്ടല്ലോ, അതായത് നമ്മൾ സൂര്യൻ കുതിച്ചു വരുന്ന ഒരു സമയം, ആ സമയത്താണ് നിങ്ങൾ അവിടെ എത്തേണ്ടത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് നമ്മളൊരു 6 കിലോമീറ്റർ യാത്ര ചെയ്യുന്നല്ലോ, ഒരു 20-25 മിനിറ്റ് ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യമുനാഘട്ടിൽ എത്താൻ പറ്റും. യമുനാഘട്ടിൽ ഫ്രീ എൻട്രി ആണ്. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ബോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സൈറ്റ് സീനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യമുനാഘട്ടിൽ നമ്മളൊരു 30 to 45 മിനിറ്റ് ഒക്കെ നമ്മൾ മിനിമം അവിടെ സ്പെൻഡ് ചെയ്തതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് പോകുന്നത് ഡൽഹി ജുമാ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാണ്. യമുനാഘട്ടിൽ നിന്ന് നമ്മൾ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആണ് നമുക്ക് യാത്ര വരുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് യമുനാഘട്ടിൽ നിന്ന് ഡൽഹി ജുമാ മസ്ജിദിന്റെ അവിടെ എത്താൻ പറ്റും. ഡൽഹി ജുമാ മസ്ജിദിന്റെ ഒരു എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം ഒരു 6 വരെയുള്ള ടൈം ഉണ്ടല്ലോ, ഈ ഒരു സമയത്താണ് നമുക്ക് അവിടെ എൻട്രി വരുന്നത്. ഇവിടേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. അതായത് നിങ്ങൾ 5 പൈസ ടിക്കറ്റ് എടുക്കാതെ നിങ്ങൾക്ക് ഡൽഹി ജുമാ മസ്ജിദ് നല്ല വൃത്തിക്ക് കയറി കാണാൻ പറ്റും. ഏകദേശം നമുക്കൊരു 30 to 45 മിനിറ്റ് ഒക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്താൽ മതി. മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ടാണ് റെഡ് ഫോർട്ട്, അതായത് ലാൽ കില. റെഡ് ഫോർട്ടിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഡൽഹി ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഈ റെഡ് ഫോർട്ട് വരുന്നത്. അതായത് നമുക്ക് നടന്നുകൊണ്ട് നമുക്ക് റെഡ് ഫോർട്ടിലേക്ക് പോകാൻ പറ്റും. ഒരു 1/2 കിലോമീറ്റർ to 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് ഫോർട്ടിൽ എത്താൻ പറ്റും. റെഡ് ഫോർട്ടിലേക്ക് എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് 35 rupees ആണ്. അത് എടുത്തിട്ട് നിങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു 1.5 to 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം റെഡ് ഫോർട്ടിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അത്രയ്ക്കധികം അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനുണ്ട്. നാലാമതായിട്ട് നമ്മൾ പോകേണ്ടത് ചാന്ദിനി ചൗക്ക്, അതായത് റെഡ് ഫോർട്ടിന്റെയും ഡൽഹി ജുമാ മസ്ജിദിന്റെ പരിസരമുള്ള ഒരു മാർക്കറ്റ്, അതാണ് ചാന്ദിനി ചൗക്ക്. നിങ്ങൾക്ക് ചീപ്പായിട്ട് വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ, നാട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു സ്ഥലമാണ് ചാന്ദിനി ചൗക്ക്. നമ്മൾ അവിടെ ഒരു 1.5 to 2 മണിക്കൂറൊക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് മണാലിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ, കാശ്മീരൊക്കെ പോകണമെങ്കിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ചീപ്പായിട്ട് ഇവിടെ നിന്ന് കിട്ടും. അഞ്ചാമതായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലമാണ് രാജ്ഘട്ട്, അതായത് മഹാത്മാഗാന്ധി സ്മാരകമുള്ള ഒരു സ്ഥലം. ചാന്ദിനി ചൗക്കിന്റെ നമ്മൾ 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് ഒക്കെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാജ്ഘട്ടിലേക്ക് എത്താൻ പറ്റും. ഇവിടേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. അവിടെ പോയിട്ട് നമ്മളൊരു 30 to 45 മിനിറ്റ് ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു വരാൻ പറ്റും. രാജ്ഘട്ടിന്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ആറാമതായിട്ട് നമ്മൾ പോകേണ്ടത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ ഗേറ്റിന്റെ അവിടേക്ക് രാജ്ഘട്ടിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം നമുക്ക് ഒരു 20-25 മിനിറ്റ് ഒക്കെ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ അവിടെ എത്താൻ പറ്റും. ഇന്ത്യ ഗേറ്റിന്റെ അവിടെ ബെസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണ്. അതായത് വൈകുന്നേരം ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള ടൈം ഉണ്ടല്ലോ, ഇതാണ് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം. ഇവിടേക്ക് എൻട്രി ഫീ ഒന്നും ഇല്ല. നിങ്ങളൊരു 30 to 45 മിനിറ്റ് ഏകദേശം ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ സായാഹ്നം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ 7ാമതായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സ്പോട്ടാണ് കനോട്ട് പ്ലേസ്. അതായത് നിങ്ങളൊരു നൈറ്റ് വാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈകുന്നേരം രാത്രി സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് കനോട്ട് പ്ലേസ്. ഈ 7 സ്ഥലങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ കവർ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എത്ര രൂപയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകാം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡേഷനിൽ വരുന്ന വീഡിയോ നിങ്ങൾ പോയി കണ്ടാൽ മതി കേട്ടോ. ഡേ 1 നമ്മൾ ഓൾഡ് ഡൽഹി, അതായത് ഹെറിറ്റേജ് സൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ, ഡേ 2 നമ്മൾ കാണാൻ പോകുന്നത് ഓൾഡ് ഡൽഹി, അതായത് കൾച്ചർ ആൻഡ് സ്പിരിച്വൽ. ന്യൂഡൽഹിയിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ടാണ്.
ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 13 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുത്തബ് മിനാറിൻ്റെ അവിടെ എത്താൻ പറ്റും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കുത്തബ് മിനാറിൻ്റെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കുക. നമുക്കൊരു എൻട്രി ഫീ വരുന്നത് 40 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഏകദേശം നമുക്ക് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ അവിടെ നടന്ന് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പോകുന്നത് ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. കുത്തബ് മിനാറിൻ്റെ അവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 to 25 മിനിറ്റ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടെ എത്താൻ പറ്റും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ലോട്ടസ് ടെമ്പിളും ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. നല്ല റഷ് ഉള്ള ഒരു ഏരിയയും കൂടിയിട്ടാണ്. ക്യൂ ഒക്കെ നല്ല രീതിയിൽ നിന്നിട്ട് വേണം നിങ്ങൾ അവിടെ കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 1.5 to 2 മണിക്കൂർ അവിടെയും നമ്മൾ സ്പെൻഡ് ചെയ്തതായിട്ട് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പോകേണ്ടത് ഹുമയൂൺ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹുമയൂൺ ടെമ്പിളിൻ്റെ അവിടെ എത്താൻ പറ്റും. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണിയുള്ള ഒരു ടൈമാണ്. 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തതായിട്ടുണ്ട്. നാലാമതായിട്ട് നമ്മൾ പോകുന്നത് അക്ഷരദം ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഹുമയൂൺ ടോമിൻ്റെ അവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ യാത്ര കഴിഞ്ഞാൽ അതായത് ഒരു 20 to 25 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരദം ക്ഷേത്രത്തിൻ്റെ അവിടെ എത്താൻ പറ്റും. ഇവിടേക്കുള്ള എൻട്രി തികച്ചു ഫ്രീ ആണെങ്കിൽ പോലും എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6:30 വരെയുള്ള ഒരു ടൈമാണ് അക്ഷരദം ടെമ്പിൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റി വാക്ക് ഒക്കെ നിങ്ങൾ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്യുന്ന ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു 20 മുതൽ 25 വരെയുള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം നമ്മൾ കവർ ചെയ്യുന്ന കിലോമീറ്റേഴ്സ് 45 to 50 കിലോമീറ്റർ ആണ് നമ്മൾ രണ്ടാം ദിവസം കവർ ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് മെയിനായിട്ട് കാണേണ്ട സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാണ്ട് വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്ക് സജഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കാരണം നമുക്ക് ചിലപ്പോൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഓരോ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എവിടെ പോകണമെന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതാണ് നമ്മളെ ഒരു 2 ദിവസത്തെ ഐറ്റിനറി. നമ്മൾ ഫസ്റ്റ് ഡേ 7 places ആണ് കവർ ചെയ്തെങ്കിൽ രണ്ടാം ദിവസം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് 5 places ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്തതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. രണ്ടാം ദിവസം നമ്മൾ കുറച്ച് ലോങ് യാത്ര ഒക്കെ വേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം അധികം സ്പെൻഡ് ഒക്കെ ചെയ്തിട്ട് കാണേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമുക്ക് 4 places ഒക്കെ നമുക്ക് മാക്സിമം കാണാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് റഷൊക്കെ ആയിട്ട് പോയി കാണുന്നത് നല്ലത് നമുക്ക് ഇത്രയും മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണാൻ നല്ലത്. ഇനി നിങ്ങൾക്ക് 3-4 ദിവസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇത്രയും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഡൽഹിയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഇതുകൂടാണ്ട് ഒരുപാട് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ഐറ്റിനറി നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാവൽ വിത്ത് ഫബി എന്നൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോക്ക് അടിയിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞാൻ ഈ ഒരു ഐറ്റിനറി DM ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഇനി ഡൽഹിയിൽ നിങ്ങൾക്ക് 2 ദിവസം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മണാലി പോവാം, അതുപോലെ കാശ്മീർ വേണമെങ്കിൽ കാശ്മീർ പോവാം, അമൃത്സറിൽ പോവാം, അങ്ങനെ ജയ്പൂർ പോവാം, ആഗ്ര പോവാം, അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കണക്റ്റഡ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് എങ്ങനെ കാശ്മീരിലേക്ക് നിങ്ങൾക്ക് പോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല നിങ്ങൾ മണാലിയിലേക്കാണ് നിങ്ങൾ പോകാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വീഡിയോ ഉണ്ടല്ലോ, ഇത് കണ്ടാൽ മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണാലിയിലേക്ക് എങ്ങനെ പോകാമെന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും നിങ്ങൾക്ക് കയ്യിൽ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ ഡൽഹിയിൽ എത്തിയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡൽഹി കവർ ചെയ്യുന്ന പാക്കേജ് മലയാളികൾ ചെയ്യുന്ന നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഡൽഹിയിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തവർക്ക് നിങ്ങൾ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ട്രാവൽ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ട്രാവൽ വിത്ത് ഫബി എന്ന അക്കൗണ്ട് ഇപ്പം തന്നെ ഫോളോ ചെയ്യാം.